ഇന്റർനെറ്റിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാനോ, ബ്രൗസ് ചെയ്യാനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്രോം ബ്രൗസറും അതുപോലെയുള്ള മറ്റ് ബ്രൗസറുകളൊക്കെ ആയിരിക്കും. എന്നാൽ ഈ ബ്രൗസറുകളിലെല്ലാം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാനുള്ള ഒരുപാട് സെറ്റിംഗ്സുകൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൂടെ ചില വെബ്സൈറ്റുകൾ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്നുള്ള സകല പേഴ്സണൽ ഡീറ്റെയിൽസുകളും കരസ്ഥമാക്കി നമുക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെ സെറ്റിംഗ്സുകളാണ് നമ്മുടെ ഫോണിൽ ഇത്തരത്തിൽ കിടക്കുന്നത്, എന്തൊക്കെ സെറ്റിംഗ്സുകളാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ സെറ്റിംഗ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴെയായിട്ട് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ ഓരോ സൈറ്റുകളിൽ കയറി അത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ അതിലുള്ള എല്ലാ കാര്യങ്ങളും കുക്കീസും അതുപോലെ തന്നെ സൈറ്റ് ഡാറ്റ, ക്യാഷ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റോർ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഫോണിലുള്ള ഡീറ്റെയിൽസുകളൊക്കെ എടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബ്രൗസ് ചെയ്യുന്ന ആ ബ്രൗസറും വളരെയധികം സ്ലോ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന ആ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രൗസിംഗ് ഹിസ്റ്ററി നിങ്ങൾ ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ടിക്ക് മാർക്ക് കൊടുക്കുക. കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ ടിക്ക് മാർക്ക് കൊടുക്കുക. ക്യാഷ്, ഇമേജ് ആൻഡ് ഫയൽസ് എന്നുള്ളത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടാബ്സുകൾ നിങ്ങളുടെ ഫോണിൽ ഒരുപാടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്, അത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ആൾ ടൈം എന്നില്ലേ, ആ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്തതിൽ ഒരു പല സൈസിലുള്ള ഓപ്ഷൻസുകൾ അവിടെ കിടക്കുന്നുണ്ടാകും. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആൾ ടൈം എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് സേവ്ഡ് പാസ്വേഡ് എന്ന ആ ഒരു ഭാഗം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കരുത്. അത് ടിക്ക് മാർക്ക് കൊടുത്താൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡുകൾ, നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകളൊക്കെ നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ലോഗിൻ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇമെയിൽ ഉപയോഗിച്ചിട്ടായിരിക്കും ലോഗിൻ ചെയ്തിട്ടുണ്ടാവുക. അതെല്ലാം തന്നെ അവിടെ നിന്നും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതിന് ഒഴിവാക്കി കൊടുക്കുക. സേവ്ഡ് പാസ്വേഡ് എന്നുള്ളതെന്ന് ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. അതിനുശേഷം ഡിലീറ്റ് ഡാറ്റ എന്ന് കൊടുക്കുക. ഇത്തരത്തിൽ ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിൽ നിന്നും ഒരുപാട് ഡാറ്റാസ് അതിൽ നിന്നും പോകുന്നതായിരിക്കും. തേർഡ് പാർട്ടി ഡാറ്റാസ് ആണ് പോകുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഡാറ്റാസ് നമ്മുടെ ഫോണിൽ കിടക്കുന്നതുകൊണ്ടാണ്. അടുത്തതായിട്ട് ഈ തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള തൊട്ട് താഴെ തന്നെ ആഡ്സ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് തന്നെ ആഡ് ടോപ്പിക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇതിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അവർക്ക് എടുക്കാനും അത് തേർഡ് പാർട്ടികൾക്ക് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. അതായത് നമ്മളുടെ ഫോണിലേക്ക് അവർക്ക് വ്യക്തിഗതമായിട്ടുള്ള ആഡ്സുകൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന സെറ്റിങ്സുകളാണിത്. ഈ ആഡ്സുകൾ നമ്മുടെ ഫോണിലേക്ക് വരണമെങ്കിൽ ഇത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, വെബ്സൈറ്റിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ തന്നെ ഈ വെബ്സൈറ്റുകൾ നമ്മൾ ആഡ്സ് പ്രവർത്തിപ്പിക്കുന്ന കമ്പനികൾക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ഇവരുടെ കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന സമയം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഇതിൽ കൂടെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിലേക്ക് തന്നെ വരിക. ഇവിടെ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എന്ന് കാണുന്നില്ല, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതും അതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ എടുക്കുകയും അത് തേർഡ് പാർട്ടി കമ്പനികൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്കിങ് ഡീറ്റെയിൽസ് പോലും ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ബാക്കിലേക്ക് വരിക. ആഡ്സ് മെഷർമെൻറ്റ് ഇതും നിങ്ങൾ അതേ രീതിയിൽ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. അടുത്തതായി നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ആഡ്സ് പ്രൈവസിയുടെ തൊട്ട് താഴെ തന്നെ സെൻഡ് ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഫോണ്, നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ ട്രാക്ക് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു സെറ്റിങ്സ് ആണിത്. നമ്മൾ എടുക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും നമ്മളെ ട്രാക്ക് ചെയ്യും, അതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടും. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മളെ മറ്റ് ഏത് വെബ്സൈറ്റുകളും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ട്രാക്ക് ചെയ്യാനോ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അവർക്ക് എടുക്കാനോ സാധിക്കുന്നതല്ല. ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ഇനി പറയാനായിട്ട് പോകുന്നത് ഇവിടെ തൊട്ട് താഴെ തന്നെ പ്രീ ലോഡഡ് പേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇന്റർനെറ്റിലൂടെ ഒരു വെബ്സൈറ്റ് തുറക്കുന്നു, എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്നത്. എന്നാൽ നമ്മൾ മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസുകളും, നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസുകളും
ആ സമയത്ത് തന്നെ അവിടെ സേവ് ആക്കി വെക്കുന്നുണ്ട്. ഈ സേവ് ആക്കി വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് നമ്മൾ ആ ഒരു വെബ്സൈറ്റ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തുറന്നു വരാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുക്കുന്ന എല്ലാ സെറ്റിംഗ്സുകളും അവിടെ സേവ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും അതുവഴി സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ സ്റ്റാൻഡേർഡ് പ്രീലോഡഡ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് പ്രീലോഡൊക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റിയിട്ട് നോ പ്രീലോഡഡ് എന്ന് മാറ്റി കൊടുക്കുക. ഇത്തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ അത് പോകുന്നതായിരിക്കും. ശേഷം ഒന്നുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോ പ്രൊട്ടക്ഷൻ എന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതിനെ ഏറ്റവും മുകളിലത്തെ ഓപ്ഷനായ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നിലേക്ക് മാറ്റി കൊടുക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണിത്. ഇത് മുകളിലേക്ക് മാറ്റി കൊടുക്കുക, എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ ഇന്റർനെറ്റിലൂടെ എന്ത് സെർച്ച് ചെയ്യുന്ന സമയത്തും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അതിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ ഒരു സെറ്റിംഗ്സ്. ശേഷം ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സേഫ് ബ്രൗസിംഗ് എന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ വെൻ യു ഇഫ് എ പാസ്വേഡ് വാസ് കോംപ്രമൈസ്ഡ് ഇൻ എ ഡാറ്റ ബ്രീച്ച് വെൻ യു യൂസ് എ പാസ്വേഡ് എന്ന് കാണുന്നില്ലേ, അവിടെ അത് ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട പാസ്വേഡുകളൊക്കെ ഹാക്കായി പോവുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ തന്നെ ഹാക്കായി പോവുകയാണെങ്കിൽ പോലും നമുക്കത് മുന്നറിയിപ്പ് തരുന്ന ഒരു സെറ്റിംഗ്സ് ആണത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും ആൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നുള്ളതിൻ്റെ ഫോർ സൈറ്റ്സ് ദാറ്റ് ഡു നോട്ട് സപ്പോർട്ട് സെക്യൂർ കണക്ഷൻസ് ഗെറ്റ് വാണ്ടഡ് ബിഫോർ വിസിറ്റിംഗ് ദ സൈറ്റ്സ്. അതായത് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് കയറുന്ന സമയത്ത് അത് ശരിയല്ലാത്ത സെക്യൂർ അല്ലാത്ത വെബ്സൈറ്റുകളാണെങ്കിൽ അത് നമുക്ക് ഫോണിൽ മുന്നറിയിപ്പായിട്ട് നമുക്കൊരു പോപ്പപ്പ് ആയിട്ട് വരുന്നതായിരിക്കും. അത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ കൊടുക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വാം യു ഫോർ ഇൻസെക്യൂർ പബ്ലിക് സൈറ്റ്സ് എന്ന് കാണുന്നില്ല, അതിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക. ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ആ വെബ്സൈറ്റ് സുരക്ഷിതമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഓൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു മെസ്സേജും വരില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുകയും അതിലൂടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വിവരങ്ങൾ അറിയും, ആ വെബ്സൈറ്റ് എത്രത്തോളം സെക്യൂർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.